എല്ലാവർക്കും നമസ്കാരം. ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയും മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന വീക്ക്ലി ഫിലിം സ്ക്രീനിങ്ങിൽ ഇന്ന് നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് നിഷിദ്ധോ എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ സംവിധായകയും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യനും, സംവിധായകന്റെ പേര് താര രാമാനുജൻ, ആക്ടർ ശ്രീ സുബ്രഹ്മണ്യൻ. ഇവർ രണ്ടുപേരുടെയും പ്രസൻസ് ആണ് ഇന്നത്തെ വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നത്. അതിൽ രണ്ടുപേർക്ക് ഒന്നും കൂടെ സ്വാഗതം, എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം. ഇനി നിഷിദ്ധോ ആ സിനിമയിലേക്ക് വരുമ്പോൾ പേര് തന്നെ നിഷിദ്ധോ, നിഷിദ്ധമായത്, നോ എന്നൊക്കെ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്സിലേക്കാണ് പോകുന്നത്. ജനനത്തോടെ തന്നെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു പ്രോട്ടഗോണിസ്റ്റ്. ആ ഒരു പ്രോട്ടഗോണിസ്റ്റിന്റെ ആ ഒരു നെഗറ്റിവിറ്റി അല്ലാതെ ഇതിന് എന്ത് ടൈറ്റിലാണ് കൊടുക്കേണ്ടത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിഷിദ്ധോ എന്നുള്ള പേര് തന്നെ വളരെ ആപ്റ്റാണ് ഈ സിനിമയ്ക്ക്. പിന്നെ അതിനൊരു ബംഗാളി ടച്ച് വന്നത് എന്താണെന്നുള്ളത് സംവിധായക തന്നെ നമ്മളോട് വിശദീകരിച്ചത്. ഇത് 2022 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ സംവിധായകയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു 4 വർഷം പഴക്കമുള്ള സിനിമയാണെന്ന് പറഞ്ഞു. പക്ഷെ സിനിമ 4 വർഷമാണെങ്കിലും 40 വർഷമാണെങ്കിലും അതിന് ഒരു കാലിക പ്രസക്തി ഇല്ല. അത് ഏത് വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ കാലിക പ്രസക്തി. തീർച്ചയായിട്ടും ഇത് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറയും ഒരുപാട് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയും, ഈ ബംഗാളികളുടെ ഗൾഫല്ലേ, അല്ലെങ്കിൽ തമിഴ്നാടുകാരുടെ ഗൾഫല്ലേ കേരളം എന്ന് നമുക്ക് മെയിനിൽ നടിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ മെയിനിൽ നടിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിലൊരു കാര്യം നടക്കുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ. അവർക്ക് അവരുടെ നിരക്ഷരത അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധമില്ലായ്മ, ഇതൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും, പ്രബുദ്ധ മലയാളി എന്ന് നടിക്കുകയും ചെയ്യും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു സുപ്രഭാതത്തിൽ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കേരളം നിശ്ചലമാകുകയും, അപ്പൊ അത്രയും വലിയൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഫോഴ്സായി ഇവിടെ നിൽക്കുന്നവരെ പോലും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ദുരന്തം തന്നെയാണ്. പിന്നെ വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രണയം ഉണ്ട്. തീർച്ചയായിട്ടും മനുഷ്യരുള്ളവർക്ക് പ്രണയം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ റൊമാൻസ് തികച്ചും അൺറൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഹാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അതിലെ മെയിൻ ക്യാരക്ടർ രുദ്ര ബംഗാളിൽ നിന്ന് വരുന്നതാണ്. കുമാർ തുളി മൂർത്തികൾ ഉണ്ടാക്കുന്ന അതാണ് അയാളുടെ പ്രൊഫഷൻ. ലേഡി ആണെങ്കിൽ ചാവി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അവള് വേണമെങ്കിൽ സൂതികർമ്മം ചെയ്യും, മിഡ്വൈഫായിട്ട് വർക്ക് ചെയ്യും, പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യും, ശേഷിക്രിയകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും അവൾ ചെയ്തോളും. അപ്പൊ രണ്ടും ഒരു റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ. അപ്പോൾ പ്രണയം വേണമെങ്കിൽ, റൊമാൻസ് വേണമെന്നുണ്ടെങ്കിൽ അൺറൊമാൻറ്റിക് ആയിട്ട് പോലും കാണിക്കാം എന്നുള്ള ഒരു റഫ് സൈഡ് ഇതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ ഒരു മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കോസി സിറ്റുവേഷനൊന്നുമല്ല. എല്ലാ തരത്തിലുള്ള അഴുക്കുകൾ, ആ ഒരു പരിസരമാണ് സിനിമയിൽ എപ്പോഴും നമ്മൾ കാണുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ തൻ്റെ ആദ്യത്തെ കന്നി സംവിധാനമാണ് ഈ സിനിമ. അപ്പൊ ഈ ലേഡി എങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോയി? കാരണം ഇതെല്ലാം നമുക്ക് എന്തെല്ലാം നമ്മൾ പറഞ്ഞു, നമ്മളുടെ മാലിന്യം നമ്മൾ വേറെ സ്ഥലത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള മാനേജ്മെന്റ് ഒന്നുമില്ല, നമ്മൾ പുറന്നുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ നമ്മൾ പുറന്തള്ളിയ മാലിന്യത്തിന്റെ ഉള്ളിൽ ചെന്ന് നിന്നിട്ട് ഒരു കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും ചെയ്തത്? ഈ സിനിമ കാണുമ്പോൾ മുഴുവൻ എൻ്റെ ഉള്ളിൽ ഇത് തന്നെയായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഓപ്പൺ എൻഡിങ് ആണ്. അതായത് തൻ്റെ ജനനത്തിൽ നേരിട്ട് ഒരു ക്രൂരത ഈ ചാവി എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ പിന്നെ ചെയ്തോ? നമുക്ക് സംശയവും സിനിമ കാണുമ്പോൾ അതവൾ ചെയ്തെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റി? ഇത്രയും വലിയൊരു ക്രൂരത അവൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? അപ്പോൾ അതിന് സംവിധായക ആൻസർ ഒന്നും പറയുന്നില്ല കേട്ടോ, അതൊക്കെ നമ്മൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ്ങിലാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഗ്രേറ്റ് ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്.
അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതും സംവിധായിക നമ്മളായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സിനിമ അനുഭവം നേരുന്നു. താങ്ക് യു.